Hi everybody, welcome back and this is me. അപ്പോൾ guys ഇന്നത്തെ ഒരു മോട്ടോ 5G അല്ല മോട്ടോ G സ്റ്റൈലിഷ് 5G 2024 ഈ ഒരു ഫോണിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഗൈസ് വെച്ച് ലേറ്റ് ആകണ്ട, നമുക്ക് ഈ ഫോണിന്റെ ഡീറ്റെയിൽ റിവ്യൂയിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മാക്സിമം ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, നല്ല കമൻറ്റ് ബോക്സ് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും ഡിസ്പ്ലേ എന്നാണ് നമ്മൾ ഫോണിൻ്റെ സ്പെക്കും കാര്യങ്ങളും തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും അതൊന്നും മാറ്റേണ്ട, നമുക്ക് ഇപ്പോഴും ഡിസ്പ്ലേ തന്നെ തുടങ്ങാം. ഡിസ്പ്ലേ സൈസ് നോക്കുമ്പോൾ 6.7 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. POLED പാനലാണ് വരുന്നത്. പഞ്ചോ ഡിസൈൻ വരുന്നുണ്ട്. അത് ടോപ്പ് സെൻട്രലായിട്ടാണ് വരുന്നത്. പിന്നെ ഒരു 120 Hz റിഫ്രഷ് റേറ്റും കൂടി വരുന്നുണ്ട്. പിന്നെ 240 Hz ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റും കൂടി, പിന്നെ 1200 nits ഒരു പീക്ക് ബ്രൈറ്റ്നസും കൂടി ഇതിൽ വരുന്നുണ്ട്. അടുത്തതായിട്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. ഈ ഫോണിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ 190 gram ആണ് ഈ ഫോണിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ 190 gram. 8.3 mm ആണ് ഈ ഫോണിന്റെ ഒരു തിക്നെസ് എന്ന് പറയുമ്പോൾ. എടുത്ത് വരേണ്ട ഹൈലൈറ്റഡ് ആയിട്ടുള്ള വേറൊരു ഫീച്ചർ ഉണ്ട്. ഇതിൽ സ്റ്റൈലിഷ് പെൻ സപ്പോർട്ടാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് സാംസങ്ങിന്റെ കാര്യമൊന്നും അല്ല കേട്ടോ, ഞാൻ മോട്ടോയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. സാധാരണ സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണിലൊക്കെയാണ് ഈ ഒരു സ്റ്റൈലിഷ് പെൻ നമ്മൾ കണ്ടുവരുന്നത്. ബട്ട് ഇതിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ എന്തായാലും നല്ലൊരു ഫീച്ചർ ആയിട്ട് തോന്നി. ഞാൻ പ്രൈസ് പറഞ്ഞില്ല, പ്രൈസിന്റെ അടുത്തോട്ട് നമ്മൾ വരാൻ പോകുന്നത്. പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ ഒരു 33,000 ഈ ഫോൺ നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ നമുക്ക് ഏതാണെന്ന് നോക്കി വെക്കാം. പ്രൊസസ്സർ നോക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രൊസസ്സർ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത്ര മികച്ചൊരു പ്രൊസസ്സർ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ആവറേജ് ഒരു പ്രൊസസ്സറാണ്. പിന്നെ ഒരു 5G സപ്പോർട്ടും കൂടി വരുന്നുണ്ട്. ഡിസ്പ്ലേ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ബട്ട് പ്രൊസസ്സർ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അത്ര മികച്ചൊരു പ്രൊസസ്സർ അല്ല ഇത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ. അതർ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, 3.5 mm ഒരു ഓഡിയോ ജാക്ക് വരുന്നുണ്ട്, പിന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടാണ്. Android 14 ബേസ് ചെയ്താണ് ഈ ഫോൺ വരുന്നത്. ക്യാമറ സൈഡിലേക്ക് കിടക്കാം. ക്യാമറ സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് അവിടെ വരുന്നത്. പ്രൈമറി ലെൻസ് നോക്കുമ്പോൾ 50 MB 1.8 അപ്പാച്ചറിൽ വരുന്ന ഒരു പ്രൈമറി ലെൻസാണ് അവിടെ വരുന്നത്. OIS സപ്പോർട്ടാണ്. സെക്കൻഡറി ലെൻസ് നോക്കിക്കഴിഞ്ഞാൽ 13 MP ഒരു 2.2 അപ്പാച്ചറിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസാണ് വരുന്നത്. ഫീൽഡ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഒരു 120 ഡിഗ്രി വരെയാണ് ഇതിൻ്റെ ഒരു ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോൺ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ ഒരു 32 MP ഒരു 2.4 അപ്പാച്ചറിൽ വരുന്ന ഒരു ഫോണ്ട് ക്യാമറയാണ് വരുന്നത്. ഇതോടെ ക്യാമറ സ്പെക്ക് നോക്കി കഴിഞ്ഞാൽ ഓക്കെയാണ്. നെക്സ്റ്റ് നമുക്ക് ബാറ്ററി സൈഡിലേക്ക് കിടക്കാം. ബാറ്ററി സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു 5000 mAh ബാറ്ററിയാണ് വരുന്നത്, സ്വാഭാവികം എല്ലാത്തിനും വരുന്നത് പോലെ. അപ്പോൾ അതിലൊരു 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങിന്റെ സപ്പോർട്ടാണ്, 30 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് കൂടി സപ്പോർട്ടാണ്. 50 വാട്ടിന്റെ ഒരു വയർലെസ് ചാർജിങ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒരു Type-C ചാർജിങ് പോർട്ടും കൂടി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സ്പെക്കും കാര്യങ്ങളാണ് ബാറ്ററി സൈഡിൽ നോക്കുമ്പോൾ പറയാനുള്ളത്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് നമുക്ക് ഈ ഫോൺ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ എത്ര വേരിയന്റിൽ അവൈലബിൾ ആവണമെന്നൊന്ന് നോക്കി നോക്കാം. 8GB RAM 256GB എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വേരിയന്റ് മാത്രമേ ഈ ഫോൺ നമുക്ക് ഇറങ്ങുമ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആവത്തുള്ളൂ. പിന്നെ 2 കളർ വേരിയന്റിലാണ് ഈ ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഗോൾഡും ഒരു വൈറ്റ് കളറുമാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഈ ഫോണിന്റെ സ്പെക്ക് ഫീച്ചേഴ്സ് വശത്ത് നോക്കുമ്പോൾ പറയാനുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല, നോർത്ത് അമേരിക്ക ആ ഒരു മാർക്കറ്റിലൊക്കെയാണ് ഈ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഫോണിന്റെ അവിടുത്തെ ഒരു പ്രൈസ് വെച്ച് നമ്മളിവിടെ കൺവേർട്ട് ചെയ്യുമ്പോൾ 33,000 ആ ഒരു പ്രൈസ് റേഞ്ചാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്കിൽ ഈ പ്രൈസിന് ഈ ഫോൺ കൊള്ളാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊസസ്സർ സൈഡ് ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി സ്പെക്കും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പ്രൊസസ്സർ സൈഡ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് എനിക്കൊന്ന് പേഴ്സണലി തോന്നി. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ഇതേപോലത്തെ നല്ല നല്ല ഡീറ്റെയിൽ ടെക് റിവ്യൂസ്, മൂവി റിവ്യൂസിന് എൻ്റെ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, വേറെ ഒന്നും പറയില്ല. എൻ്റെ മൂവി റിവ്യൂസിനൊക്കെ ഞാൻ ലാസ്റ്റ് എൻഡ് സ്ക്രീൻ കൊടുത്തേക്കാൻ കണ്ടു വെക്കുക. അതൊന്നും പറയില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതും സൈനിങ്. I felt is paid for, all is said and done.